വണ്ടി അപ്പൊ ഗായ്സ് നമ്മള് ഒരു ചലഞ്ച് വെച്ചിരുന്നു. നമ്മളെ കക്കാടംപുഴയില് ഏകദേശം ടോപ്പിലേക്ക് പൂവാറന്തോട് മല കയറി ആ കുന്ന് കയറി പോവാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ നമ്മളെ കിങ്സിനോട് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, കിങ്സ് അത് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് കേറി അങ്ങോട്ട് പോയി പവർ തെളിയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ കിങ്സ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ഹിൽസിന്റെ ഒരു മെമ്പർ കൂടിയാണ്. വൈൽഡ് ഹിൽസിനോട് നന്ദി വരാണ്, കിങ്സിനോട് നന്ദി വരാണ്. അപ്പൊ നമ്മൾ ആ ചെക്ക് നമ്മളങ്ങ് കൈമാറാം. 1.5 ലക്ഷം രൂപന്റെ ആ ചെക്ക് നമ്മളെ കിങ്സിന് കൈമാറാണ്. നമ്മളൊരു പാർട്ടി പരിപാടി എല്ലാം കഴിച്ച് ഇവിടെ ന്യൂ ഇയർ ആഘോഷം എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി മട്ടൻ മന്തി കഴിച്ചിട്ടാണ് ഇവിടെ പിരിയുന്നത്. സന്തോഷമല്ലേ എല്ലാരും ഹാപ്പിയല്ലേ? അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ വൈൽഡ് ഹിൽസ് അതുപോലെ തന്നെ നമ്മുടെ പേജ് കിങ്സിന്റെ പേജ് ടർബോ കിങ്സ് ഒക്കെ കാണാത്തവരുണ്ടെന്ന് തീർച്ചയായിട്ടും ഫോളോ ചെയ്തോളി. വെറൈറ്റി വീഡിയോസുകൾ എന്തായാലും വരും. അപ്പൊ എന്തായാലും നമുക്ക് കിങ്സേ കൈയടിക്കടാ. ഞാന് ഇതിനു വേണ്ടി ചെയ്തതല്ല. അല്ലല്ല, ഇത് നമുക്ക് ഞങ്ങൾക്ക് ഇതൊരു ക്രേസാണ്. ഞങ്ങളെ വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൂടെ കയറ്റി പോകുക എന്നുള്ളത് ഞങ്ങളെ ക്രേസ്. നിലമ്പൂർ വൈൽഡ് ഹിൽസിന്റെ ക്രേസ് അതാണ്. അതേപോലെ ക്രേസിലുള്ള ഒരാളാണ്. ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അപ്പൊ ഇതൊരു കേവലം ഇതൊരു വെല്ലുവിളിയും മറ്റുള്ളതൊക്കെ ചാലഞ്ചാക്കി ഏറ്റെടുത്തു. അത് വിജയിച്ചു. അതൊരു പൈസക്കളിയായിട്ട് മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമ്മൾ ഇന്നും വരും. നിങ്ങൾക്ക് എവിടെ ഉണ്ട് കയറാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ കയറ്റി ഞങ്ങളെ ക്രൈസുമായിട്ട് ഞങ്ങൾ ഈ ലോകത്ത് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ ഇനിയിപ്പോ ഇതില് ഈ പൈസ തന്നു തിരിച്ചാക്കൽ തന്നു നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇനി അറക്കൽ നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നടന്ന ആടുമന്തിന് ചെലവാണ്ടാണ് മസ്റ്റ്. എന്തായാലും വൈൽഡ് ഹിൽസിന്റെയും അതുപോലെ തന്നെ നമ്മളെ അതുപോലെ തന്നെ ടർബോ കിങ്സിന്റെയും അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരും പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കി മക്കളെ. രണ്ട് വാക്ക് വല്യമാക്ക്. എന്താണ് ഇന്നത്തെ പരിപാടി? മട്ടമന്തി എല്ലാരും കൂടി എല്ലാരും പുതിയ പട്ടാക്കാത്തിന്റെ അടിപൊളി. അതെല്ലാരും ഓരോരെയാണ്. അതിൽ നമുക്ക് പിന്നെ തലീകൊത്ത് നോക്കിയിട്ടും വലിയവനെയും ചെറിയവനെയും നോക്കിയിട്ടൊന്നും അല്ല. എല്ലാരും സെറ്റാണ്. എല്ലാരും മാരെ കുട്ടികൾ ഇവിടെ ഒന്നാണ്. എന്തായാലും നല്ലൊരു പോസിറ്റീവ് എനർജി 2026 എന്നുള്ള വർഷത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം